ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ശബരി ധൈര്യമായിട്ട് അവിടെ ഇരുന്നാ മതി. കുടിച്ചേട്ടമ്പളി സത്യം പറഞ്ഞ ശബരി ഒരു പാവ കേട്ടോ. എന്റെ അളിയനായതുകൊണ്ട് പറയല്ല, പാരമശുദ്ധന. അല്ലെങ്കിൽ അവന് നാളെ പാരയാവാൻ പോകുന്നൊരു സ്ഥാപനം തകർന്നു പോകട്ടെ എന്നല്ല അവൻ വിചാരിക്കൂ. അല്ലാതെ രഘുവിനെ പോലെ രക്ഷപ്പെടാൻ ഒരു പിടിവള്ളി നോക്കി നടക്കുന്ന ഒരാൾക്ക് ആ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുവോ? ധനേട്ട, ശബരിയെ കുറിച്ച് ധനേട്ടൻ ഞങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ ശബരിയെ സമീപിച്ച്. അപ്പോ ദയാണ് കുഴപ്പക്കാരിയെന്ന് നിങ്ങൾക്കറിയാലേ? ദയ കുഴപ്പക്കാരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ധനേട്ട. നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിച്ച് ഞങ്ങൾ തമ്മി തല്ലിക്കാൻ നോക്കല്ലേ. അയ്യോ, എന്നെ കുറിച്ച് അങ്ങനെയാണോ അമ്പിളി കരുതി വെച്ചിരിക്കുന്നത്? നിങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അമ്പിളി? രഘു ഗാർമെന്റ്സ് ബിസിനസ്സിലേക്ക് വന്നാ അത് ശബരിയുടെ കമ്പനിക്ക് ദോഷം ചെയ്യുമെന്നുള്ള ഭയമൊന്നും ശബരിക്കില്ല. പക്ഷേ ദയക്ക് അതുണ്ട്. അല്ല, അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ലൊരു ബിസിനസ് പാർട്ട്ണർ പോലെ തന്നെയാണല്ലോ നല്ലൊരു ലൈഫ് പാർട്ട്ണറും. ആ, ലൈഫിലായാലും ബിസിനസ്സിലായാലും ശബരി ദയ പറയുന്നതിനപ്പുറം ചലിക്കത്തില്ലല്ലോ. അവന്റെ വിജയം അതാണെന്ന് കൂട്ടിക്കോ. അല്ല, പിന്നെന്തിനാ ധനേട്ടൻ അവളെ കുറ്റപ്പെടുത്തുന്ന? അവളുടെ കുടുംബത്തിന് വേണ്ടിയല്ല നിൽക്കുന്ന. അത് രഘു പറയുന്നത് കുറച്ചൊക്കെ ശരിയാ. പക്ഷേ ബന്ധങ്ങൾക്ക് നമ്മളൊരു വില കൊടുക്കണ്ടേ രഘു? ശബരി അങ്ങനെ ഒരുത്തനാ. അവനെ സത്യം പറഞ്ഞ നിങ്ങളോടൊപ്പം മയൂരി ഗാർമെന്റ്സിൽ വന്ന് ആ സ്ഥാപനം അവന്റെ കെയർ ഓഫിൽ നിങ്ങൾക്ക് വാങ്ങിത്തരണമെന്ന ആഗ്രഹം. പക്ഷേ ദേ അവന് പേടിയാ. അതുകൊണ്ടവൻ ന്യൂട്രൽ അടിച്ചു നിന്ന് എന്നെ നിങ്ങളോടൊപ്പം അയച്ചത്.